വാക്കുകൾക്ക് വലിയ പവറുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാം, സങ്കടപ്പെടുത്താം, കുറ്റപ്പെടുത്താം, ഒരാളെ കൊല്ലാൻ വരെ നമുക്ക് പറ്റും വാക്കുകൾ കൊണ്ട്, ഇല്ലേ? കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല. നമുക്ക് നമ്മുടെ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് വായ തോന്നിയത് എല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷം നമ്മളുടെ ദേഷ്യം ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കൂളായി കഴിയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളടുത്ത് സോറി ഞാൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അല്ലേ? വാക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പറഞ്ഞ ആളത് മറന്നുപോയാലും കേട്ട ആളതൊരിക്കലും മറക്കില്ല. അത് അവരുടെ മനസ്സിൽ തന്നെ കിടക്കും. എത്രയൊക്കെ സോറി നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞത് ഇല്ലാണ്ടാവുകയില്ല, കേട്ടതും ഇല്ലാണ്ടാവില്ല, ഇല്ലേ? ചിലപ്പം കുറെ കാലത്തിന് ശേഷം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുമ്പോഴായിരിക്കും അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ആള് വരുന്നത്, ഇല്ലേ? കാരണം പറഞ്ഞ വാക്ക്, പറഞ്ഞു പോയൊരു വാക്ക് അത് കേട്ട ആൾക്ക് ഉണ്ടാക്കിയ ഒരു വിഷമം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നെ ഒരു വഴക്ക് വരുമ്പോഴത്തേക്കും അവർ നമ്മളടുത്ത് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. അളന്ന് മുറിച്ച് സംസാരിക്കാന്നൊക്കെ പറയും, പക്ഷെ അളന്ന് മുറിച്ച് സംസാരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് മാന്യമായ രീതിയിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിലും ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പം ദേഷ്യം വരുമ്പോൾ ഒരുപാട് തെറി പറയുന്നതോ അല്ലെങ്കിൽ കുറേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കാൻ വേണ്ടി കുത്തുവാക്കുകൾ പറയുന്നതോ അതൊന്നും വലിയ സംഭവമൊന്നുമല്ല, എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ മാന്യമായി സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്കുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ നാവ് കൊണ്ട് വേറൊരാൾ വിഷമിക്കാതെ, നമ്മളെ വാക്കുകൾ കൊണ്ട് വേറൊരാൾ വിഷമിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. സോ നമ്മൾ സംസാരിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതെങ്ങനെ ഫീൽ ആകുന്നു, അവരെ നമ്മളെ വാക്കുകൾ കാരണം അവർ വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെ സംസാരിക്കുമ്പം ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കാം. Stay happy. Bye.